അൻസിബയും ഋഷിയും അവിടെ ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തികൾ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കാത്ത വ്യക്തികൾ ജിൻഡോയ്ക്കെതിരെ. അവിടെ ജിൻഡോയ്ക്കെതിരെ എല്ലാവരും തിരിഞ്ഞ സമയത്തും എല്ലാവരും ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്ന സമയത്തും അവിടെ അതിനിടയിലേക്ക് വന്ന് ജിൻഡോനെ കുത്തുകയോ അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുകയോ ചെയ്യാത്ത രണ്ട് വ്യക്തികളാണ്. പിന്നീട് ഈ പറയുന്ന ഋഷി ചെന്ന് ജിൻഡോൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്തിനാ ജിൻഡോ ബ്രോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഇതെൻ്റെ ഗെയിമാണ്, ഇതാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ഋഷിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗെയിം ചെയ്തു, പക്ഷെ പല വാക്കുകളും പല കാര്യങ്ങളും പറയുന്നത് ഭയങ്കര വൃത്തികേടാണ്, മോശമാണ് എന്നൊക്കെ ഋഷി പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നുണ്ടായ വഴക്കിൻ്റെ സമയത്ത് അവിടെ ജിൻഡോൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗബ്രി. അവിടെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പറഞ്ഞ സമയത്ത് അവിടെ അത് ഋഷി കയറി ഇടപെടുകയും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള ആ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തണം, അതിവിടെ വേണ്ട എന്ന് ഋഷി പറയുകയുണ്ടായി. അതിനുശേഷം അൻസിബയും ഋഷിയും റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഗബ്രി പറയുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയല്ല, അയാളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇവിടെയുള്ള ഗെയിം മാത്രമല്ല ഗബ്രി ചിന്തിക്കുന്നത്, അയാൾക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഗബ്രി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും ശരിയല്ല, ഗബ്രി സംസാരിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ അൻസിബയും ഋഷിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ അൻസിബയും ഋഷിയും പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളാണ്. പക്ഷേ ജിൻഡോയുടെ വിഷയത്തിൽ ഇവിടെ നടക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ് എന്ന് കൃത്യമായി വിലയിരുത്തുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഇവർ രണ്ടുപേരെയും തോന്നിയത്.